ഹലോ, അപ്പം ഞങ്ങളിന്ന് ഒരിടം വരെ പോവുകയാണ്. എന്തോ ആകുമെന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പോൾ ദണ്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോയും എടുത്തിട്ടുണ്ട്. പറ്റുമോ ഇല്ലോ എന്നറിയത്തില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുക. जय केरलम, जय विकसिता केरलम, जय विकसिता केरलम. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. सर्वप्रथम मैं भगवान श्री वल्लभन के चरणों में प्रणाम करता हूं. तिरुवल्ला की इस पवित्र धरती से मैं सबरीमला तीर्थ को और स्वामी अयप्पा को भी प्रणाम करता हूं. ഏറ്റവും ആദ്യമായി ഞാൻ ഭഗവാൻ ശ്രീവല്ലഭന്റെ ചരണങ്ങളിൽ നമസ്കരിക്കുകയാണ്. തിരുവല്ലയിലെ ഈ പവിത്ര ഭൂമി എന്നുള്ളത് ശബരിമലയിലെ പുണ്യതീർത്ഥത്തിന്റെ ഭൂമി കൂടിയാണ്. അതോടൊപ്പം തന്നെ സ്വാമി അയ്യപ്പനെയും ഞാൻ പ്രണമിക്കുന്നു. मैं सबसे पहले तो छोटी सी बिटिया को आशीर्वाद देता हूँ जो एक बढ़िया चित्र बना करके मुझे भेंट किया है. उधर भी एक नौजवान ने बहुत अच्छा मेरी माँ का चित्र मुझे दिया है. मैं इन सबका हृदय से आभार व्यक्त करता हूँ. इस बेटी को आशीर्वाद देता हूँ. ഞാൻ ആദ്യമായി തന്നെ ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഒരു ചിത്രം നൽകിയതിന് വലിയൊരു ചിത്രം ഉയർത്തി കാണിച്ച് എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരാൾ എന്റെ അമ്മയുടെ ചിത്രം എനിക്ക് നൽകി. രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ സാറ് വന്നിട്ട് പോയപ്പോൾ ഉള്ള ഒരു രംഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നല്ല ജനത്തിരക്കാണ്. അപ്പുറത്തെ സൈഡ് അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അനൂപ് സാറിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. നേർവഴിക്ക് നമ്മൾ എന്ത് കാര്യം ശ്രമിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഞാൻ ജസ്റ്റ് വന്നതും എനിക്ക് ആ ഫോട്ടോ കൊടുക്കാൻ പറ്റിയതും. ഫോട്ടോ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഫോട്ടോ പൊക്കി കാണിച്ചു, ഡീറ്റെയിൽസ് എടുത്തു. ഞങ്ങളിവിടെ വന്നു, സാറിനെ കണ്ടു. ദേവിയുടെ മ്യൂറൽ ചെയ്ത ഫോട്ടോയായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. അത് ഞാൻ കാണിച്ചു, സാറത് വാങ്ങിച്ചു. അപ്പോൾ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റി. ശരിക്കും ഇന്ന് കൊടുക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തെ വിചാരിച്ചതല്ല. എന്തായാലും ഭഗവാൻ സഹായിച്ചതെന്നല്ല, നമുക്കത് മതി. അപ്പോൾ ഇനി ഇവിടെ ഇപ്പം നല്ല തിരക്കാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. വേണ്ട, മെയിൻ റോഡ് സൈഡാണ്, പുഷ്പേരിയിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ എല്ലാം നല്ല ജനത്തിരക്കാണ്. ഇവിടാണ് നമ്മുടെ സാർ വന്നതും പ്രസംഗിച്ചതും. നമ്മുടെ മെയിൻ സ്റ്റേഡിയം ഇതാണ്. ഇതിനപ്പുറത്തെ സൈഡ് അങ്ങേ ഭാഗത്ത് ആ ഫയർ എഞ്ചിൻ കിടക്കുന്ന അവിടെ ചെറിയ മെറ്റൽ പോലെ കണ്ടോ, അതാണ് നമ്മുടെ റെയിൽവേ ലൈന്. അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛനെ കാണിച്ചു. അവർ കണ്ടിരുന്നു. അപ്പം അന്നേരം ലാസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഞാൻ വിളിച്ചപ്പോഴാണ്, അമ്മയും അച്ഛനും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ മോദിജി അവിടെ വെച്ച് തന്നെ എൻ്റെ ഫോട്ടോ കണ്ടിരുന്നു. ഞാൻ ദേവി മ്യൂറലാണ് ഞാൻ കൊണ്ടുപോയത്, എൻ്റെ കയ്യിലിരുന്നത്. അപ്പം എന്തായാലും ഇവിടെ വരുന്നതല്ലേ, വളഞ്ഞ വഴി ഉപയോഗിക്കാതെ നേർവഴി തന്നെ നമ്മൾ ഉപയോഗിച്ച് എന്തായാലും മോദിജി അത് സ്വീകരിച്ചു. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പം നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ലെറ്റർ വരുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ നടക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല, ഭഗവാനെ വാങ്ങിക്കുകയോ ഇല്ലോ എന്നുള്ളൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വാങ്ങിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പെട്ടെന്ന് ഇരുന്നേൽപ്പിൽ തോന്നി ഒരു ഫോട്ടോ കൊണ്ടു കൊടുത്താലോ. അതുകൊണ്ട് ദേവിയുടെ ഫോട്ടോ തന്നെ കൊടുത്തു. എന്നുവെച്ചാൽ ഇവിടുത്തെ കേരള മ്യൂറൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചുവർ ചിത്രമാണ്. മറ്റേ കാർട്ടൂണിസ്റ്റായിട്ടുള്ള ഫോട്ടോയ്ക്ക് അത്ര പ്രാധാന്യം ഇല്ല. കേരളത്തിൽ മ്യൂറൽ ആർട്ടിനാണ്
പ്രാധാന്യം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഫോട്ടോ കൊടുത്തത്. നരേന്ദ്രമോദി സാറിനോട് ഒരുപാട് നന്ദി. ഞാൻ വിചാരിച്ചല്ല ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കുമെന്നുള്ളത്.